അയ്യോ ക്ഷീണിച്ചു. കഴിക്കാൻ വല്ലതും ഉണ്ടോ? എന്തോ വേണം? എന്തുവല്ലേ? ഏത്തക്ക ചിപ്സും ചായ ആയാലോ? എനിക്ക് വേണ്ട. വേറെ എന്താ ഉള്ളേ? വേറെ അവലിരിപ്പുണ്ട്, എന്നാ ബാ റെഡിയാക്കി തരാം. ഓക്കെ. അപ്പം നാളെ നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അടപ്പേ വെച്ചു. എന്നിട്ട് അവല്, കപ്പലണ്ടി, കടലപ്പരിപ്പ്, കുറച്ച് മുളക് പൊടി, കായപ്പൊടി, വെളിച്ചെണ്ണ. ഉഷോ, ഒരു കാര്യം മറന്നു. എന്തുവാ? കറിവേപ്പില എടുത്തില്ല. നല്ലത് നോക്കി എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും. എന്നാ കറിവേപ്പില. താങ്ക് യു. പച്ചീനഞ്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിക്കാം. തിളച്ചിട്ടുണ്ട്, നമുക്കതിലോട്ട് അവലിടാം. കണ്ടോ, നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇനി കോരി മാറ്റാം. അപ്പം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അപ്പം എന്താന്ന് വെച്ചാൽ എല്ലാത്തിനും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ആ കറിവേപ്പില വറുത്ത് കോരി എണ്ണയ്ക്കകത്തോട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഇടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പം ഇനി നമുക്കിതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് കോരിയെടുക്കാം. അപ്പം ഇനി വേണ്ട കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അത് ഒത്തിരി മൂക്കാൻ നിൽക്കരുത്, കരിഞ്ഞു പോവും. ചെറിയ രീതിയിൽ നമ്മൾ അവല് വഴറ്റത്തില്ലേ, അതിന് നമ്മൾ എടുക്കുന്ന പോലെ. നീ എന്താ ചെയ്യാൻ പോന്നെ? നോക്കിക്കോ, വേണ്ട ഉപ്പ് പൊടി എടുത്തു, ഇതിലോട്ട് നമ്മൾ വിതറി കൊടുത്തു. കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടു. ഇട്ടിട്ട് കുറച്ച് കായപ്പൊടി, കണ്ടോ, കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ ചൂട് പോകുന്നതിന് മുന്നേ നമ്മൾ അങ്ങ് ഇളക്കി കൊടുക്കണം. കണ്ടോ, എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത് കൊള്ളാലോ അമ്മ, പിക്ചർ പോലെ ഉണ്ടല്ലേ. നമുക്കിതിന് അവല് മിക്സർ എന്ന് പേരിടാം. എന്താ? ഓക്കെ. ശകലം തരട്ടെ, കഴിച്ചു നോക്കിക്കേ. കഴിച്ചു നോക്ക്. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാവോ? അപ്പം കഴിച്ചോ. ഒരു ഗ്ലാസ് ചായയും കൂടി ഇട്ട് തരാം എൻ്റെ കൂടെ. പോരെ? മതി, ധാരാളം. അപ്പോൾ ഈ തണുത്ത് കഴിയുമ്പോഴേ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ നമ്മൾ ചിപ്സ് ഒക്കെ ഇട്ട് വെക്കുന്ന ടിന്നില്ലേ, അതിലോ വല്ലതും ഇട്ട് അടച്ചു വെച്ചാൽ നമുക്കിത് കുറച്ച് ദിവസം ഉപയോഗിക്കാം. കൊള്ളാം.